നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ ഇന്നലെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് മികച്ച സിനിമയാണെന്നറിയോ? ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ട് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉദ്ദേശിച്ച ജോജു ജോർജ്, അലൻസിയർ, സുരാജ് വെഞ്ഞാറമൂട് ഇവരൊക്കെ അഭിനയിച്ച പടമാണ്. നമുക്ക് എല്ലാവർക്കും പോസ്റ്ററിൽ കണ്ട് മനസ്സിലാക്കി പടമാണ്. പക്ഷേ ഇതിൽ വേറെ രണ്ട് പെർഫോമൻസ് ഉണ്ട്, അവരുടെ രണ്ട് കെമിസ്ട്രി ഉണ്ട്. ഈ പടം അവരാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ സേതുവായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജോജു ജോർജാണ്. ഇത് മൂന്ന് ആൺമക്കളും അവരുടെ ബന്ധുമിത്രാദികളും ഇവൻ ഒരു വേലക്കാരിയുണ്ട്, ഒരു രണ്ട് നോട്ടമുണ്ട് അവരിങ്ങനെ വന്നിട്ട് ആ സിനിമയിൽ എങ്ങനെയുണ്ട്. അത് ഉൾപ്പെടെ സിനിമയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അറിയോ? അത് കഥാപാത്രങ്ങളെ എഴുതിയ ശരൺ വേണുഗോപാലാണ് സംവിധാനം ചെയ്തേക്കുന്നത്. എഴുതി സ്ക്രിപ്റ്റും പുള്ളിയുടെ തന്നെയാണ്. ഗാർഗി അനന്തൻ ആൻഡ് തോമസ് മാത്യു, ഇവർ രണ്ടുപേരുടെ പെർഫോമൻസുകളാണ് ഈ സിനിമയിൽ എനിക്ക് മറ്റുള്ളവരെ കാട്ടി മികച്ചതെന്നായിട്ട് തോന്നിയത്. ബിക്കോസ് തോമസ് മാത്യുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. നല്ല നല്ല രസമുണ്ട് പുള്ളി ചെയ്തേക്കുന്നത്, ക്യാരക്ടർ ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടാണ്. പിന്നെ ജോജു ജോർജ്, എല്ലാവർക്കും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രമേ സ്ക്രീൻ പ്രസൻസ് ഉള്ളൂ. ജോജുവിനൊക്കെ കൂടി പോയി 7-8 മിനിറ്റ് ഉണ്ടാവും. അതിൽ ഡയലോഗ് ഏറ്റവും കുറവുള്ളത് നമ്മുടെ ജോജു ജോർജിന്. പക്ഷേ ആ ഡയലോഗ് ഇല്ലെങ്കിലും പുള്ളി ആ പെർഫോം ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതി, അത് ആ ക്യാരക്ടറിന്റെ ഡെപ്താണ്. പുള്ളിയുടെ എഴുത്തും നൈസായിരുന്നു. സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ഞാൻ പറയാനുള്ള കാരണം, ആകപ്പാടെ ഇന്നലെ ഞാൻ കണ്ട തിയേറ്ററിൽ 4-5 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ സിനിമ കാണാൻ വേണ്ടി. സിനിമ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് മിസ്സായിരുന്നെങ്കിൽ എനിക്ക് ഈ വർഷം മിസ്സാവുന്ന ഏറ്റവും നല്ലൊരു പടത്തിലൊന്നായിരുന്നാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, അഭിപ്രായം പറയുക, ഡു കമൻറ്റ്സ്. ബൈ.